സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കേസാണ് കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദന കേസ്. യൂത്ത് കോൺഗ്രസുകാരനായ VS സുജിത്തിനെ പിണറായി വിജയന്റെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ച് ചെവി അടിച്ച് പൊട്ടിച്ച സംഭവമാണ് കേസിന് ആധാരം. 5 പോലീസുകാർ സുജിത്തിനെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെയാണ് കളി മാറിയത്. എന്നാൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസുകാരെ സംരക്ഷിച്ചു പിടിച്ചതോടെ സുജിത്തിന് നീതി ലഭിച്ചില്ല. എന്നാൽ ഇന്ന് സർക്കാർ മാറി. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. ഇതോടെ തന്റെ ജീവിതം തകർത്ത പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സുജിത്ത് വീണ്ടും രംഗത്തു വന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട് സുജിത്ത് കൈമാറിയ പരാതിയിൽ ശരവേഗത്തിലാണ് നടപടി വന്നിരിക്കുന്നത്. കേസിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നൽകാനാണ് DGPക്ക് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സുജിത്തിനെ 2023 ഏപ്രിൽ 6 കസ്റ്റഡിയിൽ മർദ്ദിച്ച കേസിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സുജിത്തും കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് നിവേദനം നൽകുകയും ചെയ്തു. പ്രതികളായ 5 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 പേരെ നേരത്തെ സസ്പെൻഡ് ചെയ്തെങ്കിലും അന്വേഷണം പൂർത്തിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നിവേദനം. തുടർന്നാണ് രമേശ് ചെന്നിത്തല റിപ്പോർട്ട് തേടിയത്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് നടുക്കുന്ന മർദ്ദനം പുറം ലോകമറിഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായിരുന്ന VS സുജിത്തിന് 2023 ഏപ്രിൽ 5 കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഏൽക്കേണ്ടി വന്ന ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ 2025 പുറത്തു വന്നത്. 2 കൊല്ലം പോലീസ് പൂഴ്ത്തിവെച്ച സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം നൽകേണ്ടി വന്നപ്പോൾ പുറത്തു വന്നത് സ്റ്റേഷനിൽ അരങ്ങേറിയ ക്രൂരതയുടെ നേർചിത്രമാണ്. മർദ്ദനത്തിൽ സുജിത്തിന് കേൾവിശക്തി നഷ്ടമായിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SI നുഹ്മാൻ, പോലീസ് ഓഫീസർമാരായ സന്ദീപ്, സജീവൻ, ശശിധരൻ, ഷുഹൈർ എന്നിവർക്കെതിരെ പരാതി ഉയർന്നു. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചത് ചൊവ്വല്ലൂരിൽ വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ ആ വഴി വന്ന പോലീസ് സംഘം മർദ്ദിക്കുന്നത് സുജിത്ത് ചോദ്യം ചെയ്തതോടെ സുജിത്തിനെ സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നീ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തു. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതോടെ കോടതി ജാമ്യം അനുവദിച്ചു. പിന്നീട് നടത്തിയ വിശദ പരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന് കേൾവിക്ക് തകരാറുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. പോലീസ് മർദ്ദനത്തിനിരയായ സുജിത്തും കോൺഗ്രസ് നേതാക്കളും തിരുവനന്തപുരത്തെത്തി ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ ചെന്നിത്തല DGPയെ വിളിക്കുകയായിരുന്നു. 5 പോലീസുകാരെ പിരിച്ചുവിടാതെ പോരാട്ടം നിർത്തില്ലെന്ന് സുജിത്ത് ചെന്നിത്തലയെ അറിയിച്ചു. വിവരാവകാശ നിയമപ്രകാരം സുജിത്ത് സംഘടിപ്പിച്ച പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് കേരള മനസാക്ഷിയെ നടുക്കിയ പോലീസ് മർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ 5 പോലീസ് ഉദ്യോഗസ്ഥരെ ഡിപ്പാർട്ട്മെന്റ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്കെതിരെയുള്ള ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. സുജിത്തിന് സ്ഥിരമായ ശാരീരിക വൈകല്യം വരുത്തിവെച്ച ഈ 5 പോലീസുകാരെയും സർവീസിൽ നിന്ന് സ്ഥിരമായി പിരിച്ചുവിടണമെന്നാണ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലോടെ കേസിൽ പോലീസുകാർക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെയുള്ള കർശനമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ DIG നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ DIG നേരത്തെ നടപടിയെടുത്തിരുന്നു. ഈ നടപടി പുനഃപരിശോധിക്കാനും IG പുറത്തിറക്കിയ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. സ്ഥലം മാറ്റിയ പോലീസുകാരുടെ ഇൻക്രിമെന്റ് റദ്ദാക്കിയ ശിക്ഷാ നടപടിയായിരുന്നു DIG 4 ഉദ്യോഗസ്ഥർക്കെതിരെയും എടുത്തിരുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ കുന്നംകുളം കോടതി ക്രിമിനൽ കേസും എടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ IG അംഗീകരിച്ച് ഉത്തരവിറക്കിയത്. പിന്നാലെ പിണറായി വിജയൻ സർക്കാർ അന്വേഷണ റിപ്പോർട്ട് മുക്കിയതോടെ ഡിപ്പാർട്ട്മെന്റൽ നടപടികളിൽ നിന്ന് പോലീസുകാർ തലയൂരുകയും ചെയ്തു. കേസിൽ ഒരിക്കൽ പോലീസ് നടപടിയെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച ക്രിമിനൽ കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. പുതിയ സംഭവങ്ങളെ തുടർന്ന് വീണ്ടും നടപടിയെടുത്താൽ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർ മേൽക്കോടതികളെ സമീപിക്കുമെന്ന ആശങ്ക ഉണ്ടെന്ന് പോലീസ് മേധാവി നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ നടപടി പുനഃപരിശോധിക്കുന്നതിനും ഉയർത്തുന്നതിനും കോടതിയിലെ കേസ് തടസ്സമാകില്ലെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തത്.